BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഡെങ്കിപ്പനി വ്യാപനവും മരണ റിപ്പോർട്ടുകളും കൊച്ചിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ചും സീസൺ ആരംഭിച്ചതിനാലും സഞ്ചാരികളുടെ വരവ് തുടങ്ങിയ സമയത്ത് ഉടലെടുത്ത പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ടൂറിസം മേഖലയിലുള്ളവർ. ഓണാഘോഷമില്ലെന്ന പ്രചാരണങ്ങൾക്ക് പിന്നാലെ പനി പകർച്ച കൂടി പ്രചാരത്തിലായതോടെ ആശങ്ക ഏറിയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിദേശ വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ മടങ്ങിയതായും ബുക്കിംഗുകൾ റദ്ദാക്കിയതായും ടൂർ ഓപ്പറേറ്റർമാരും ഹോം സ്റ്റേ ഉടമകളും ചൂണ്ടിക്കാട്ടുന്നു. വിദേശ വിനോദസഞ്ചാരികളാണ് യാത്ര വെട്ടിക്കുറയ്ക്കുന്നത്. ആഭ്യന്തര വിനോദസഞ്ചാരികളും ചെറിയ തോതിൽ കൊച്ചിയിലെ നഗര ടൂറിസം കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നതായും ട്രാവൽ ഏജൻസികളും പറയുന്നുണ്ട്. കൊതുകുജന്യമായ ഡെങ്കിപ്പനി പകരുന്നതിലുള്ള ആശങ്ക നിലവിൽ കൊച്ചിയിലുള്ള വിനോദസഞ്ചാരികളും പങ്കുവയ്ക്കുന്നുണ്ട്. കോവിഡ് കാലം തകർത്ത വിനോദസഞ്ചാര മേഖല പ്രതീക്ഷകളുമായി ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഡെങ്കിപ്പനി ഭീഷണി ആശങ്ക സൃഷ്ടിക്കുന്നത്. പോലീസുകാരില്ലാതെ നട്ടംതിരിഞ്ഞ പെരുമ്പാവൂർ സ്റ്റേഷനിൽ 6 CPOമാരെ നിയമിച്ചു. ആവശ്യത്തിന് പോലീസ് ഇല്ല. പെരുമ്പാവൂരിലെ ക്രമസമാധാന പാലനം പ്രതിസന്ധിയിൽ എന്ന തലക്കെട്ടിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. ഇതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. റൂറൽ ജില്ലയിൽ ക്യാമ്പിൽ നിന്ന് 10 പേരെ നിയമിച്ചതിൽ 6 പേരും പെരുമ്പാവൂരിലാണ്. 4 പേരെ ആലുവ വെസ്റ്റ് സ്റ്റേഷനിൽ നിയമിച്ചു. 65 പോലീസുകാർ വേണ്ട റൂറൽ ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള സ്റ്റേഷനിൽ 49 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്നവർ ഉൾപ്പെടെ 55 പേര്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റേഷനിലെത്തിയ പരാതികൾ പൂർണ്ണമായി കൈകാര്യം ചെയ്യാനാകാത്ത സ്ഥിതിയായിരുന്നു. നിലവിൽ വനിതാ ഉദ്യോഗസ്ഥ ഇല്ലാത്തത് പ്രതിസന്ധിയാണ്. അന്തർ സംസ്ഥാന സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള പരാതികൾ കൈകാര്യം ചെയ്യാൻ വനിതാ SI ഇല്ലാത്തതും തിരിച്ചടിയാണ്. സീനിയർ CPO ഇല്ലാത്തത് മൂലം കേസ് തയ്യാറാക്കൽ മന്ദഗതിയിലാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നിയമനവും ആയിട്ടില്ല. നിലവിൽ കോടനാട് CIക്കാണ് ചാർജ്. വരും ദിവസങ്ങളിൽ ഓണത്തിരക്കിലേക്ക് പോകുമ്പോൾ പ്രധാന ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CI നിയമനം DGPയാണ് നേരത്തെ നടത്തേണ്ടത്. അതുകൊണ്ട് ഇക്കാര്യം എന്ന് പരിഹരിക്കപ്പെടുമെന്നുള്ള ആശങ്ക പോലീസുകാർക്കുണ്ട്. എത്രയും വേഗം സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള സ്പേസ് ജെറ്റ് വിമാനം പുറപ്പെട്ടില്ല. ഇന്നലെ രാത്രി 11:30 പുറപ്പെടേണ്ട വിമാനമാണ് പുറപ്പെടാതിരുന്നത്. ഇതേ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ വലഞ്ഞു. കോഴിക്കോട് നിന്ന് മറ്റൊരു വിമാനം എത്തിച്ച രാവിലെ 11:30 യാത്ര പുറപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. LKG വിദ്യാർത്ഥിനിയെ സ്കൂളിലെത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാളെ അറസ്റ്റ് ചെയ്തു. കണമാലി പുത്തൻതോട് മണിയാമൊഴി വീട്ടിൽ സച്ചിനെയാണ് തോപ്പുംപടി പോലീസ് സബ് ഇൻസ്പെക്ടർ സിനുലാലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 9:30 തോപ്പുംപടിയിലെ സ്കൂളിൽ നിന്നാണ് കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സ്കൂളിലെത്തിയ ഇയാൾ കണമാലി ചെറിയ കടവ് സ്വദേശിനിയായ കുട്ടിയുടെ പേര് പറഞ്ഞ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയ സഹോദരനാണെന്നും കുട്ടി കൊണ്ടുപോകണമെന്നും പറഞ്ഞാണ് അധ്യാപികയെ സമീപിച്ചത്. സംശയം തോന്നിയ അധ്യാപിക കുട്ടിയുടെ മാതാവിന് ഫോൺ ചെയ്തപ്പോൾ കുട്ടിക്ക് അങ്ങനെ ഒരു സഹോദരനില്ലെന്ന് പറഞ്ഞു. തുടർന്ന് ഇങ്ങനെയൊരു കുട്ടി ഇവിടെ പഠിക്കുന്നില്ലെന്ന് അധ്യാപിക പറഞ്ഞതോടെയാണ് ഗേറ്റിന് പുറത്ത് കാത്തുനിന്ന് ഇയാൾ മടങ്ങിയത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ കേസെടുത്ത തോപ്പുംപടി പോലീസ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കടമാലി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രകൃതി ദുരന്തങ്ങളിൽ ശാസ്ത്രീയ മുൻകരുതലുകൾ എടുക്കാനും അതിജീവനത്തിനുമായി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി ഒരുങ്ങുന്നു. പരീക്ഷണാർത്ഥം തുടങ്ങിയ പദ്ധതി അടുത്ത വർഷം കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കും. 3 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി പദ്ധതിയുടെ ആദ്യ ബാച്ച് അടുത്ത മാർച്ചോടെ പുറത്തിറങ്ങും. കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കുറയ്ക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യമടക്കം ഉൾപ്പെടുത്തിയാണ് 280 സ്കൂളുകളിലായി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ വിദ്യാർത്ഥികളെ പര്യാപ്തമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. സ്കൂൾ യൂണിറ്റ്, ഒരു ജില്ലാ സമിതി, സംസ്ഥാന മോണിറ്ററിംഗ് സമിതി എന്നിങ്ങനെയാണ് പദ്ധതിയുടെ ഘടന. ഓരോ ജില്ലയിലും 20 സ്കൂളുകളെയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു സ്കൂളിൽ നിന്ന് 50 പേരെ വീതമാണ് തെരഞ്ഞെടുക്കുക. ദുരന്തം, റോക്ക് ഡ്രില്ലുകൾ, രക്ഷാമാർഗങ്ങളുടെ പ്രായോഗിക പരിശീലനം എന്നിവ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ നടത്തണമെന്നും മാർഗരേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളപ്പൊക്കം, കെട്ടിടം ഇടിഞ്ഞു വീഴുക, തീപിടുത്തം എന്നിവയുണ്ടാകുമ്പോൾ സുരക്ഷിതമായി ഒഴിഞ്ഞു പോകാനുള്ള പരിശീലനവും നൽകുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഓരോ സ്കൂളിനും പരിശീലനം
പരിശീലനമടക്കം 50,000 രൂപയും കുട്ടികൾക്ക് സൗജന്യ യൂണിഫോമും നൽകും. ഇതോടൊപ്പം ലഹരിമുക്ത വിദ്യാലയം എന്ന ആശയവും പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നീ മേഖലയിലെ പ്രവർത്തനങ്ങളും കുട്ടികൾ സ്കൂളിൽ ഏറ്റെടുത്ത് നടത്തും. പരിശീലനം പൂർത്തിയാകുന്നതോടെ സമൂഹത്തിന്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്ത